നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 1200 മീനം 26-ന് അടുത്ത പൂരം. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിച്ച് തൃപ്രയാർ തേവർ തിരിച്ചെത്തി. ക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. കാഞ്ഞാണിയിൽ പെരുമ്പുഴ പാലത്തിന് സമീപം മാലിന്യങ്ങൾ തള്ളുന്നതായി ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ പൂര ദിവസം അത്താഴപൂജയും ശീവേലിയും കഴിഞ്ഞ് തേവർ പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് സ്വർണ്ണക്കോലത്തിൽ പള്ളിയോടത്തിൽ പുഴ കടന്ന് പുറപ്പെട്ടു. മുല്ലമാല കൊണ്ട് അലങ്കരിച്ച പള്ളിയോടത്തിൽ ചേങ്ങില വച്ച് അതിനു മുകളിൽ സ്വർണ്ണക്കോലവും വെച്ച് മുന്നിൽ കുത്തുവിളക്കിൻ്റെ പ്രഭയിൽ തൃക്കോൽ ശാന്തി രതീഷ് എമ്പ്രാന്തിരി പള്ളിയോടം തുഴഞ്ഞു. കുടശാന്തി കോലം പിടിച്ചു. ഇരുകരകളിൽ നിന്നും അടിയന്തിര മാലർമാർ മാറി മാറി ശംഖനാഥം മുഴക്കിയും രാമമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലുമായിരുന്നു തേവരുടെ തോണിയാത്ര. തേവർ കിഴക്കേക്കരയിലെത്തിയതോടെ കിഴക്കേക്കരയിലെ മണ്ഡപത്തിൽ തേവരെ ഇറക്കി എഴുന്നള്ളിച്ചു. ശേഷം തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ പുറത്ത് തേവരുടെ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചപ്പോൾ സായുധ പോലീസ് തേവർക്ക് മുന്നിൽ ഗാർഡ് ഓഫ് ഓണറും നൽകി. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയും ചലച്ചിത്ര നടനുമായ സുരേഷ് ഗോപി ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനെത്തിയിരുന്നു. ശംഖമദ്ദള മംഗളധ്വനികളോടെ ആറാട്ടുപുഴ പൂരത്തിന് എഴുന്നള്ളിയ തേവർക്ക് ചിറക്കലിൽ ആനയും കോലത്തിലെ മാലയും മാറി ഭരതസ്വാമിയുടെ മാലയും ചാർത്തി എഴുന്നള്ളിപ്പ് തുടർന്നു. ചിറക്കൽ നിന്ന് മീനാട് കേശുവാണ് തേവരുടെ കോലം വഹിച്ചത്. പല്ലിശ്ശേരി സെൻറ്ററിലെത്തിയ ശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ എറണാകുളം ശിവകുമാർ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. 5 ആനകളോടെ പഞ്ചവാദ്യം കഴിഞ്ഞ് 11 ആനകളോടെ പൂരപ്പാടത്ത് എത്തിച്ചേർന്നു. തുടർന്ന് ഇടതുഭാഗത്ത് ചേർപ്പിൽ ഭഗവതിയും വലതുഭാഗത്ത് ഊരകത്തമ്മ തിരുവടിയും ചാത്തക്കുടം ശാസ്താവുമായി പ്രസിദ്ധമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തേവർ പന്തലിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ, അംഗങ്ങളായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടാലത്ത്, ദേവസ്വം കമ്മീഷണർ C അനിൽകുമാർ, സെക്രട്ടറി B ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽകുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ കൃഷ്ണൻ, തൃപ്രയാർ ദേവസ്വം മാനേജർ MP സുരേഷ് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു കുമാർ, മറ്റ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. തേവർക്ക് മുന്നിൽ പറകളും നിറച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് രാവിലെ തേവർ മന്ദാരം കടവിൽ ആറാട്ടിനെഴുന്നള്ളി. ആറാട്ടും നിവേദ്യമായ ഗോതമ്പ് ചോർ വിതരണവും കഴിഞ്ഞ് തേവർ ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി.
അവർ സൂക്ഷിക്കണല്ലേ നമുക്ക് വേണ്ടിട്ട് എന്തൊക്കെ കാര്യം അടച്ചു വെക്കാൻ അടച്ചു ശാസ്താക്ഷേത്രത്തിൽ കൊടിക്കൽപ്പറയും കഴിഞ്ഞ് ശാസ്താവിനോടൊപ്പം 7 കണ്ടം കടന്ന് ഉപചാരം ചൊല്ലി അടുത്ത വർഷത്തെ പൂരത്തീയതിയും വിളിച്ചു ചൊല്ലിയ ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുകയും ചെയ്തു. രാജകീയ ചിഹ്നങ്ങളായ കോലത്തിലെ മകുടവും പട്ടുക്കുടയും ഒഴിവാക്കി ഓലക്കുട ചൂടിയായിരുന്നു തേവരുടെ തിരിച്ചെഴുന്നള്ളിപ്പ്. 1200 മീനം 26-നാണ് അടുത്ത ആറാട്ടുപുഴ പൂരം. രാജകീയ ചിഹ്നങ്ങളായ കോലത്തിലെ മകുടവും പട്ടുക്കുടയും ഒഴിവാക്കി ഓലക്കുട ചൂടിയായിരുന്നു തേവരുടെ തിരിച്ചെഴുന്നള്ളിപ്പ്. ചിറക്കൽ വെണ്ട്രശ്ശേരി ക്ഷേത്രത്തിലെത്തുമ്പോൾ കൂടെയുള്ള ഭക്തർക്ക് കഞ്ഞിയും പുഴുക്കും മാങ്ങക്കറിയും വിതരണം നടത്തി. വൈകുന്നേരത്തോടെ തൃപ്രയാറിലെത്തുന്ന തേവർക്ക് കിഴക്കേക്കരയിൽ വീണ്ടും സായുധ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. ശേഷം തേവർ പള്ളിയോടത്തിൽ പുഴ കടന്ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ക്ഷേത്രത്തിലെത്തുന്ന തേവർക്ക് പൂരം പുറപ്പാട് ദിനത്തിലെ ചടങ്ങുകൾ ആവർത്തിക്കുകയും സേതുകുളത്തിൽ ആറാട്ട് നടത്തുകയും ചെയ്യും. ആറാട്ടിന് എഴുന്നള്ളുന്ന തേവരെ തൃപ്രയാർ ഷൺമുഖ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ സ്വീകരിക്കും. കുനിശ്ശേരി അനിയൻ പഞ്ചവാദ്യത്തിന് പ്രാമാണികത്വം വഹിക്കും. ആറാട്ടിന് ശേഷം പാണ്ടിമേളം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന തേവർക്ക് രാത്രി ക്ഷേത്ര മതിൽക്കകത്ത് 7 ആനകളുടെ ഉത്തരവിളക്കാഘോഷവും നടത്തുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. ഓശാന തിരുനാൾ ആചരിച്ചു. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് വലപ്പാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആഘോഷത്തോടെ തുടക്കമായി. രാവിലെ കാർമൽ കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് ആരംഭിച്ച കുരുത്തോല വെഞ്ചരിപ്പും തുടർന്ന് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിനും പള്ളിയിൽ നടന്ന ദിവ്യബലിക്കും വികാരി ഫാദർ ജനസ് തട്ടിൽ മുഖ്യ കാർമ്മികനായി. കൈക്കാരന്മാരായ ഫെന്നി ഫ്രാൻസിസ്, ANG ജെയ്ക്കോ, ഷാജി ചാലിശ്ശേരി, കുടുംബ കൂട്ടായ്മ കൺവീനർ ജെയിംസ് എലുവത്തിങ്കൽ, കാർമൽ കോൺവെൻറ്റ് സിസ്റ്റേഴ്സ്, വിവിധ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ സെൻറ്റ് ജൂഡ് ദേവാലയത്തിൽ ഓശാന നടന്നു. ഓശാന ഞായറോടനുബന്ധിച്ച് നടത്തിയ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ചെറിയാൻ മാളിയേക്കൽ, ഫാദർ ജിൻഡോ പെരേപ്പാടൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് കുരുത്തോല വിതരണവും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. ക്രൈസ്തവർ ഓശാന തിരുനാൾ ആചരിച്ചു. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് ഇടവക ദൈവാലയത്തിൽ ഓശാന ഞായർ ആഘോഷത്തോടെ തുടക്കമായി. തൃപ്രയാർ താന്യം സെൻറ്റ് പീറ്റേഴ്സ് ദി ഇടവകയിൽ വികാരി ഫാദർ പോൾ കള്ളിക്കാടിൻ്റെ നേതൃത്വത്തിൽ ഓശാന ഞായറിൻ്റെ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കുരുത്തോലകൾ വിതരണം ചെയ്തു. ഓശാന ഗീതങ്ങൾ പാടിയും പ്രദക്ഷിണം നടത്തിയും ഓശാനയുടെ തിരുക്കർമ്മങ്ങൾ നിർവഹിച്ചു. വലിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ പെസഹ വ്യാഴം രാവിലെ 6:30-നും, ദുഃഖവെള്ളി രാവിലെ 7-നും, ദുഃഖശനി രാവിലെ 6:30-നും,
ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ ശനിയാഴ്ച രാത്രി 11:30 ഇടവക PRO ജെയിംസ് അരിമ്പൂർ പല്ലൻ അറിയിച്ചു. നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാവതാരങ്ങൾ കീർത്തിക്കുവിൻ, കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവനപാദം നമിച്ചിടുവിൻ, പൂക്കൾ വീരിക്കുവിൻ, വീതിയൊരുക്കുവിൻ, വിണ്ടനനാഥനെഴുന്നള്ളുന്നു, ആനന്ദഗാനങ്ങൾ എങ്ങും മുഴങ്ങട്ടെ, സൃഷ്ടികൾ നാഥൻ വാഴ്ത്തിയിടട്ടെ. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാവതാരങ്ങൾ കീർത്തിക്കുവിൻ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനത്തിൻ്റെ ഓർമ്മ പുതുക്കി അന്തിക്കാട് ഇടവകയിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. കുരുത്തോല വ്യഞ്ചരിച്ച് വിതരണം ചെയ്തതിന് ശേഷം നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് ആഘോഷമായ പാട്ടുകുർബാനയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ബോബി, കൈക്കാരന്മാരായ ജോസ് എടക്കളത്തൂർ, ജോസ് പെരുമാടൻ, ഹൈസൻ താണിക്കൽ, ദർശന സഭാംഗങ്ങൾ, അൾത്താര സംഘം തുടങ്ങിയവർ നേതൃത്വം നൽകി. NDA നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ തൃപ്രയാർ പടിഞ്ഞാറേ നടയിൽ നടന്നു. BJP ദേശീയ കൗൺസിൽ അംഗം ശ്രീനഗരി രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം നിഷേധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കുക ചെയ്തത്. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അറിയാം, തിയറി അറിയാം. അവിടെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും അവിടെ മൂശയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളും കോൺഗ്രസ് കുടുംബത്തിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ചോർത്തി കൊടുക്കുന്ന ഉപദേശം കൊടുക്കുന്ന ഒരു ഉപദേശിയ. അതുകൊണ്ട് കേരളത്തിന് വെളിയിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒരു വ്യത്യാസമില്ല. അവിടെ മോദി വിരുദ്ധരും മോദി അനുകൂലികളും എന്ന് രണ്ടാണ്. എന്നാൽ ഇവിടെ മാത്രം മൂന്നായിട്ട് മത്സരിക്കുക. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടം കൂടി അവർ നിൽക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ഈ 2024 ഒരു ഘട്ടം വരെ അവരെ മൂന്നായിട്ട് രണ്ട് മുന്നണിയായിട്ട് മത്സരിക്കും. 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം NDA നേരിടാൻ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഈ കേരളത്തിൽ മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കാണും. കൺവെൻഷനിലെത്തിയ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പുഷ്പഹാരം ചാർത്തി സ്വീകരിച്ചു. NDA തെരഞ്ഞെടുപ്പ് ഗാനങ്ങളടങ്ങിയ ഓഡിയോ ലോഞ്ചിംഗ് ചടങ്ങിൽ സുരേഷ് ഗോപി നിർവഹിച്ചു. പിന്നണി പ്രവർത്തകരെ സുരേഷ് ഗോപി പൊന്നാടയണിച്ച് ആദരിച്ചു. NDA മണ്ഡലം നിയോജക മണ്ഡലം പ്രഭാരി PK ബാബു കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു. അക്ഷയ് S കൃഷ്ണ, ഷിജോ ഫ്രാൻസിസ്, NDA നേതാക്കളായ IP ഹരീഷ് മാസ്റ്റർ, അതുല്യ ഘോഷ്, പൂർണിമ സുരേഷ്, AK ചന്ദ്രശേഖരൻ, സേവ്യൻ പള്ളത്ത്, ഷൈൻ നെടിയിരിപ്പിൽ, ലാലൂണുങ്ങൽ, രശ്മി ഷിജോ, നിഷ പ്രവീൺ, NS സുഗതൻ, PK ബേബി, PV സെന്തിൽകുമാർ, മനേഷ് നളൻ, അംബിക ടീച്ചർ, ഭഗിനി സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വളരെ ടെക്നിക്കലായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ജോലികളെല്ലാം ചെയ്തു വച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൂചിപ്പിച്ചതുപോലെ രണ്ടക്ക വിജയം തരാനുള്ള മനസ്ഥിതി വല്ലാണ്ട് വളർന്നിരിക്കുന്നു. അതിന് നമ്മുടെ പ്രയത്നം, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്ര ഭരണം, ഗവർണൻസ് ഇതെല്ലാം കാരണമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ഭരണ ദുരന്തം പേറേണ്ടി വന്ന ഒരു ജനതയുടെ കരകയറാനുള്ള ഒരു വ്യഗ്രതയിലാണ്
ഇന്നൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകമാനം 20 മണ്ഡലങ്ങളിലും വ്യക്തമായ മുന്നോട്ടുള്ള കുതിപ്പ് നടത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി സജ്ജമായി ഒരുങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഫലം ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകും എന്നതെൻ്റെ വലിയ ആത്മവിശ്വാസമാണ്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടൻപള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ID കാർഡ് വിതരണവും ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നൽകി. കാഞ്ഞാണി സിംല മാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ID കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിജു സി ശങ്കുണ്ണി അധ്യക്ഷത വഹിച്ചു. ഷിബു PV ജില്ലാ സെക്രട്ടറി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജിതേഷ് EB, ജില്ലാ ട്രഷറർ AV ഫ്ലഡൻഡോ, ജീസൻ AV, മുദ്ര സന്തോഷ്, ഷനൂപ് KA എന്നിവർ സംസാരിച്ചു. ജോസഫ് തേലത്ത് അനുശോചന സന്ദേശം നൽകി. വാഹനാപകടത്തിൽ മരണപ്പെട്ട വാടനപ്പള്ളി യൂണിറ്റ് മെമ്പർ ജ്യോതി പ്രകാശിൻ്റെ കുടുംബത്തിന് സാന്ത്വനം പദ്ധതിയുടെ ഫണ്ട് 8,11,500 രൂപ, സംസ്ഥാന വെൽഫെയർ ഫണ്ട് 50,000 രൂപ, ജില്ലാ വെൽഫെയർ ഫണ്ട് 30,000 രൂപ, മേഖലാ വെൽഫെയർ ഫണ്ട് 15,000 രൂപ എന്നീ തുകകളുടെ ചെക്ക് അദ്ദേഹത്തിൻ്റെ മകന് കൈമാറി. നമ്മൾ ഈ വർഷം നമ്മളുടെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഏത് വർഷമായാലും സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത് മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ കൂടിയാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ കടന്നു വരുന്നത് മെമ്പർഷിപ്പ് പ്രവർത്തനത്തിലാണ്. ഈ പ്രാവശ്യത്തെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് നമ്മൾ ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു പുതിയ രീതിയിലുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തണം എന്ന് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം മേഖലകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, എല്ലാ മെമ്പർമാരുടെയും വീടുകളിൽ പോയി നിങ്ങൾ മെമ്പർഷിപ്പ് ചേർക്കണം, പുതുക്കണം എന്നുള്ളതാണ് നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഇവിടെ വാടാനപ്പള്ളി മേഖലയിൽ അതേപോലെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജത്തിലേക്ക് അടുത്ത 3 വർഷത്തെ 15 അംഗ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി. കാരമുക്ക് SNGS സ്കൂളിൽ രഹസ്യ ബാലറ്റ് തെരഞ്ഞെടുപ്പാണ് നടത്തിയത്. ശ്രീനാരായണ ഗുപ്ത സമാജം സംരക്ഷണ സമിതി പാനലും സേവ് SNGS ഫോറം പാനലും തമ്മിലായിരുന്നു മത്സരം. ഇടവേള. അർച്ചന സിൽക്സ്, തൃപ്രയാർ. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്.
ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. കാഞ്ഞാണി തൃശൂർ സംസ്ഥാന പാതയിൽ പെരുമ്പുഴ 2ാം പാലത്തിന് സമീപം റോഡരികിൽ കെട്ടിടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നതായി ആക്ഷേപം. കെട്ടിടം പൊളിച്ചതിൻ്റെ ഭാഗങ്ങൾ തള്ളിയിട്ട് ആഴ്ചകളായതോടെ ഈ അവശിഷ്ടങ്ങൾക്ക് സമീപം മറ്റ് മാലിന്യങ്ങളും തള്ളുന്നതായും ആക്ഷേപമുണ്ട്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡരികിലാണ് മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കർഷകരും കർഷക തൊഴിലാളികളും ഇതുമൂലം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പല പ്രാവശ്യം കൊണ്ടുവന്ന് തട്ടിയതോടെ മണ്ണും കല്ലും മറ്റും കടന്നുകൂടിയ നിലയിലാണിപ്പോൾ. ഇതിൻ്റെ മറയിൽ വന്നിരുന്ന് സാമൂഹ്യദ്രോഹികൾ മലവിസർജനം നടത്തുന്നതും പതിവായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മണലൂർ പഞ്ചായത്ത് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് KSKTU മണലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജനാർദ്ദനൻ മണ്ണുമുൽ ആവശ്യപ്പെട്ടു. ഈ സമീപ പ്രദേശത്ത് എവിടുന്നൊക്കെയോ ലോറികളിൽ ഇതേപോലെയുള്ള കെട്ടിട വേസ്റ്റുകളും പുറത്തെ മാലിന്യങ്ങളും കൊണ്ടു തട്ടുന്ന ഒരു ഏരിയയായി മാറിയിരിക്കുകയാണ് ഈ കാഞ്ഞാണി പെരുമ്പുഴ പാടം. ഇവിടുത്തെ ഈ പഞ്ചായത്തും അതേപോലെ തന്നെ PWD ശ്രദ്ധിക്കാതെ പോകുന്നത് വളരെയധികം കഷ്ടമുണ്ടെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരണം ഇവിടെ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോൾ വെള്ളം ഇല്ലാത്തതിൻ്റെ പേരിൽ വെള്ളം കയറ്റിയിട്ടില്ല. ഇനി അടിയന്തരമായിട്ടുള്ള കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവിടെ തൊഴിലാളികളും കർഷകരും വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇതിൽ നൂറുകണക്കിന് വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഏരിയയും കൂടിയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ ജനങ്ങൾ ഈ വഴി കൂടെ നടന്നു പോകുമ്പോൾ അപകടങ്ങൾ ഏത് വഴിയിലും പതിയിരിക്കാം. നാട്ടിക വെസ്റ്റ് KMEP സ്കൂളിൽ UKG വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. വാർഡ് മെമ്പർ സെന്തിൽ കുമാറിൻ്റെ സാന്നിധ്യത്തിൽ സ്കൂൾ മാനേജർ EK തോമസ് മാസ്റ്റർ, സ്കൂൾ പ്രധാനാധ്യാപിക ലസിത ടീച്ചർ, PTA വൈസ് പ്രസിഡന്റ് ഷെറിൻ തിലക്, KG വിഭാഗം പ്രധാനാധ്യാപിക മൃദുല മധു, ജസ്ന സിദ്ദീഖ്, ബീന സുന്ദരൻ എന്നിവർ സംസാരിച്ചു. ലസിത ടീച്ചർ കുട്ടികൾക്കുള്ള കോൺവക്കേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും സ്കൂൾ മാനേജർ കുട്ടികൾക്ക് ഉപഹാരങ്ങളും നൽകി. I congratulate them for arranging the same. In the last academic year 23-24, we introduced a new teacher and a new system of education in KG section. The parents of KG section continuously complained the HM about their standard of KG section students. So we appointed Murdula madam in KG section.
വാടനപ്പള്ളി പഞ്ചായത്തിൽ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നതായി പരാതി. ഇവിടെ 7-8 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശത്താണ് പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. വാടനപ്പള്ളി നടുവിൽക്കര പുഴയോര പ്രദേശത്തും കടലോര മേഖലയിലും താമസിക്കുന്നവർക്കും ശുദ്ധജലക്ഷാമം രൂക്ഷമായി നേരിടുന്ന സമയത്താണ് ഇവിടെ കുടിവെള്ളം പാഴായി പോകുന്നത്. പഞ്ചായത്ത് മെമ്പറോടും അധികൃതരോടും വിവരം ധരിപ്പിച്ചിട്ടും വേണ്ട നടപടികൾ കൈക്കൊള്ളുകയുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അർണോസ് പാതിരിയുടെ 292ാം ചരമവാർഷികം പഴുവിൽ സെയിൻറ് ആൻ്റണീസ് ഫൊറാന പള്ളിയിൽ ആചരിച്ചു. പാതുവാനാഥം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അർണോസ് പാതിരി സ്മൃതി മണ്ഡപത്തിൽ ഒപ്പീസും പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടന്നു. പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ EM തോമസ് ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെൻ്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, നടത്തുകൈക്കാരൻ റാഫി ആലപ്പാട്ട്, പാതുവാനാഥം എഡിറ്റർ പിയോളി ജോൺസൺ എന്നിവർ സംസാരിച്ചു. ഗായക സംഘം അംഗങ്ങളായ അനന്യ സണ്ണി, ജോപോൾ ആലപ്പാട്ട്, സെറിൻ ജോസഫ് എന്നിവർ ചേർന്ന് പുത്തൻപാന പാരായണം നടത്തി. ഈ പ്രദേശത്തിൻ്റെ പുണ്യമായ അർണോസ് പാതിരിയുടെ 292ാം ചരമ വാർഷികമാണ്. അർണോസ് പാതിരിയുടെ അവതാരങ്ങളെപ്പറ്റി, അതിൻ്റെ ആമുഖത്തെപ്പറ്റി നമ്മുടെ വികാരി ചെന്ന് വിശദമായി സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതേസമയം തന്നെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില വ്യക്തിപരമായ ചിന്തകൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ അല്പം മുമ്പ് നടന്ന ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല, ഓഫീസിൽ പുഷ്പകർഷ്യമൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത, ഒരു വിശുദ്ധനായ മനുഷ്യന് ഓഫീസ് നടത്തുന്ന ആ ഒരു പ്രക്രിയയല്ലേ നമ്മളോട് നടത്തുന്നത് എന്ന ചിന്ത. വലപ്പാട് പുത്തൻപള്ളി UAE കൂട്ടായ്മയുടെ ഇഫ്താർ വിരുന്നും പൊതുയോഗവും ഷാർജ സഫാരി മാളിൽ പത്തായം റെസ്റ്റോറൻറ്റിൽ നടന്നു. കൂട്ടായ്മ സെക്രട്ടറി റഷീദ് വീരാസൻ ആമുഖ പ്രസംഗം നടത്തി. അസുഖങ്ങൾക്കും മറ്റു ചികിത്സകൾക്കും വേണ്ടിയുള്ള സഹായങ്ങളാണ്. നമ്മൾ പതിവ് പോലെ തന്നെ കുറേ കാലങ്ങളായി നമ്മുടെ സംഘടന തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 വർഷത്തിൽ മേലെയായി നമ്മുടെ സംഘടന തുടങ്ങിയിട്ട് ഈ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കുറച്ചു പേർക്ക് നമ്മൾ സ്ഥിരമായി സഹായം നൽകി അവരുടെ മരുന്നിനും ചികിത്സക്കായിട്ട് നമ്മൾ 10,000 രൂപയോളം മാസം ചികിത്സക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും മരുന്നാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്, ചിലർക്ക് പൈസ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രോത്സാഹനമാണ്. അതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മഹലിലെ നമ്മുടെ അംഗങ്ങളുടെ മക്കളും മഹലിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം വിജയ കരസ്ഥമാക്കിയുണ്ടായി. 13 മക്കൾക്കാണ് നമ്മൾ ഉന്നത വിജയ കരസ്ഥമാക്കിയവർക്ക് ഈ വർഷം അവാർഡ് കൊടുത്തത്. 3000 രൂപ വീതം ക്യാഷ് അവാർഡും അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റുമാണ് നമ്മൾക്ക് നൽകിയത്. പിന്നെ നമ്മുടെ പള്ളിയുടെ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പണിക്കുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. നാസർ PH, ഇക്ബാൽ കൊക്രാണി, ഷാഹുൽ അമ്പലത്തുവീട്ടിൽ, ഷൈജു ബീരാൻ, മുഹമ്മദ് കടവിൽ ലിയാഖത്ത്, ജാഫർ, ഷൗക്കത്ത്, ഷിഹാബ്, നസീർ പുഴങ്കരയില്ലത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നാട്ടിൽ നിന്നും മുഹമ്മദ് ബഷീർ വൈശ്യം വീട്ടിൽ, സലീം PK, ബനീഷ് എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. തൃത്തല്ലൂർ ഈസ്റ്റ് മരണാനന്തര സഹായ സമിതിയുടെ ഓഫീസ് ഉദ്ഘാടനം നടത്തി. SNDP നാട്ടിക യൂണിയൻ വനിതാ സംഘ സെക്രട്ടറി ശ്രീജ മൗസ്മി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ മഞ്ഞിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റോയ് ഗംഗാധരൻ, ട്രഷറർ സുരേഷ് പാക്കത്ത് എന്നിവർ സംസാരിച്ചു. അർജുനൻ വൈക്കാട്ടിൽ, രത്നാകരൻ തോട്ടപ്പറമ്പത്ത്, നന്ദകുമാർ വൈക്കാട്ടിൽ, വസന്താമണി, സിന്ധു ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. സംഘമാണ്. അപ്പോൾ ഇതൊരു സാംസ്കാരിക സംഘമായി മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
അവിടെ ഒരു മരണാനന്തര സഹായ സമിതി എന്ന് മാത്രമല്ല, ഇതിനെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാൻ കൂടി നമുക്ക് ഏവർക്കും ഒരു ചുമതലയുണ്ട്, ഒരു കടമയുണ്ട്. അത് പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ മാസങ്ങളിലും നമുക്ക് ഇവിടെ ഒരു മീറ്റിംഗ് കൂടുക, ഒരു കുടുംബയോഗം സംഘടിപ്പിക്കുക, നമ്മുടെ വീട്ടിലുള്ള സുഖദുഃഖങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. അവിടെ വീട്ടിൽ നമുക്ക് ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടോ, വേദനയുണ്ടോ, വിഷമമുണ്ടോ? നാട്ടിക ബാബു മാസ്റ്റർ റോഡിന് സമീപം താമസിക്കുന്ന മടത്തിപ്പറമ്പിൽ അബ്ദുൽ കബീറിൻ്റെ മകളും തിരൂർ തച്ചുപറമ്പിൽ നജീബിൻ്റെ ഭാര്യയുമായ ഫസീല നിര്യാതയായി. 44 വയസ്സായിരുന്നു. നാട്ടിക ജുമാഅത്ത് പള്ളിയിൽ ഖബറടക്കം നടത്തി. നിമ മകളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 1200 മീനം 26-ന് അടുത്ത പൂരം. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിച്ച് തൃപ്രയാർ തേവർ തിരിച്ചെത്തി. ക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. കാഞ്ഞാണിയിൽ പെരുമ്പുഴ പാലത്തിന് സമീപം മാലിന്യങ്ങൾ തള്ളുന്നതായി ആക്ഷേപം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.